ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ മൂവി മാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് അൺറിലീസ്ഡ് ആയിട്ടുള്ള കുറച്ച് സിനിമാസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അതും മലയാളം ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രമുഖ നടന്മാരുടെ അൺറിലീസ്ഡ് ആയിട്ടുള്ള സിനിമാസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റത്തെ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബിയുടെ സംവിധാനത്തിൽ, പുതിയ സംവിധാനമായിരുന്നു. ആൽബിയുടെ സംവിധാനത്തിൽ സണ്ണി വെയിനെ വെച്ച് ചെയ്ത നമ്മുടെ സ്റ്റാറിംഗ് പൗർണമി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. നമ്മുടെ സംവിധായകൻ ആദ്യം സമീപിച്ചത് നമ്മുടെ ദുൽഖറിനെയായിരുന്നു. ദുൽഖറിനെ സമീപിച്ച്, പക്ഷേ ദുൽഖറിനെ വെച്ച് ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ ആരും വില്ലിങ് അല്ലായിരുന്നു. ആ ഒരു പ്രൊഡ്യൂസേഴ്സും വില്ലിങ് അല്ലായിരുന്നു. അവിടുന്ന് നമ്മുടെ സംവിധായകൻ നമ്മുടെ പൃഥ്വിരാജിൻ്റെ അടുത്തിട്ട് പോയി. പൃഥ്വിരാജ് നമ്മുടെ സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേനും പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഉണ്ടായില്ല. ഡേറ്റിൻ്റെ ഇഷ്യൂസ് കാരണം പടം നേരെ സണ്ണി വെയിലോട്ട് എത്തുകയായിരുന്നു. സണ്ണി വെയിൻ ഇത് ടേക്ക് ഓവർ ചെയ്യുകയും പടം ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തായിരുന്നു. ബട്ട് പടത്തിന്റെ 70% പൂർത്തിയാക്കിയതായിരുന്നു. ബാക്കി ഒരു 20% പൂർത്തിയാക്കാനുണ്ടായിരുന്നുള്ളൂ. ഈ പടത്തിന്റെ 70% നോർത്ത് ഇന്ത്യൻ ബേസ്ഡുള്ള ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്കി ഒരു 20% എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നത്. ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ റണ്ണിങ് ആണ്, ചെക്കൗട്ട് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ റിലീസിംഗ് ഡേറ്റ് വന്നത് 2015 റിലീസ് ആവേണ്ട സിനിമയായിരുന്നു. ബഡ്ജറ്റ് ഇഷ്യൂസ് വന്ന കാരണം പടം ഡ്രോപ്പ് ഔട്ട് ആവുകയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സിനിമ മരക്കാർ സിനിമാസിന്റെ ഇതിലായിരുന്നു, ബാനറിലായിരുന്നു ഇറങ്ങാൻ പറ്റുന്നത്. പിന്നെ ഈ സിനിമയുടെ കാസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സണ്ണി വെയിൻ ഉണ്ടായിരുന്നു. സണ്ണി വെയിൻ ആയിരുന്നു നായകനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് റോൾ ചെയ്യാൻ വേണ്ടിയിരുന്നത് നമ്മുടെ ടൊവിനോ ആയിരുന്നു. ആ സമയത്ത് ടൊവിനോയുടെ ബിഗിനിങ് സ്റ്റേജിലാണ് ഈ സിനിമ വന്നത്. അപ്പം ടൊവിനോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെയെന്ന് പറയാനായിട്ട് റീമാക്കലുകളുണ്ടായിരുന്നു, അജു വർഗീസ് ഉണ്ടായിരുന്നു. ഈ ഒരു കോംബോയിലാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ടൈമിലുണ്ടായിരുന്ന അത്യാവശ്യം യങ്സ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പം ബഡ്ജറ്റിന്റെ ഇഷ്യൂസ് കാരണം അന്നത്തെ കാലത്ത് ഒരു വലിയ ബഡ്ജറ്റ് ആയിരുന്നു ഇത് ഈ സിനിമയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഡ്രോപ്പ് ആവാനും കാരണം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറഞ്ഞ മൂവിയാണ്. നമ്മുടെ രാജേഷ് പിള്ളൈ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. പുള്ളിയുടെ സിനിമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക് ഒക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അപ്പം പുള്ളി നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു ബേസ്ഡ് ഓൺ ഒരു ബൈക്കിന്റെ അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഒരു ജോണ്ടറിലാണ് പടം വന്നിരുന്നത്. പടം എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്ത് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയതായിരുന്നു. ബട്ട് എന്തിൻ്റെയോ ഒരു ഇഷ്യൂ കാരണം പടം ഡ്രോപ്പ് ഔട്ട് ആവുകയായിരുന്നു. എന്താണെന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ട് കാരണമൊന്നും ഇവരിപ്പോൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സിനിമയിലെ കാസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളി ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ചാക്കോൻ ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കി ഉണ്ടായിരുന്നു. ഈ ഒരു 3 പേരുണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഫുള്ള് കൊൽക്കത്ത ബേസ്ഡ് ഷൂട്ടിങ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ഈ പടം ഇറങ്ങാൻ വേണ്ടിയിരുന്നത് നമ്മുടെ ഓർഡിനറി ഫിലിംസിന്റെ ബാനറിലായിരുന്നു പടം ഇറങ്ങാൻ വേണ്ടിയിരുന്നത്. പിന്നെ നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട നിവിൻ പോളിയുടെ സിനിമയാണ്. നിവിൻ പോളിയുടെ നമ്മുടെ മലയാളത്തിലുള്ള സിനിമയിൽ പുള്ളി തമിഴിൽ പോയി ചെയ്തൊരു പടമാണ്. 7 മലൈ 7 കടൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതിന്റെ നമ്മുടെ ട്രെയിലറൊക്കെ ഓൾറെഡി റിലീസ്ഡ് ആണ്, ഇപ്പോഴും യൂട്യൂബിൽ റണ്ണിങ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ സൂര്യ എന്ന് പറഞ്ഞ നടനാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഒരു ട്രെയിനിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും അവന്റെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ അകത്ത് പരാമർശിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് റിലീസ് ആകാത്ത എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് വ്യക്തമല്ല. ഇത് ഫെസ്റ്റിവലിൽ റിലീസ് ചെയ്ത സിനിമയാണ് ഓൾറെഡി. ബട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ തിയേറ്ററിലായിട്ടോ വരാത്തതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിവിൻ പോളി, പിന്നെ അഞ്ജലി ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അഞ്ജലി എന്ന് പറഞ്ഞൊരു ആളാണ്, പിന്നെ സൂര്യ. ഇവർ 3 പേരുമാണ് ഇതിൻ്റെ അകത്തൊരു ക്രൂ വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ റാം എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ നോക്കിയത് കുറച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിലെ തമിഴും മലയാളമായിട്ടുള്ള ഇൻഡസ്ട്രിയിലെ കുറച്ച് അൺറിലീസ്ഡ് ആയിട്ട് പെട്ടിയിലായ സിനിമകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു മൂവി അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.